വളരെ സന്തോഷകരമായിട്ടുള്ള ഈ സായാഹ്നത്തിൽ സന്ധ്യയിൽ സ്കൂളിൻ്റെ വാർഷികാഘോഷ പരിപാടികളുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് താഹിർ മുഹമ്മദ്, സ്കൂൾ മാനേജർ ശ്രീമതി മായ ശ്രീകുമാർ, പ്രിയപ്പെട്ട PC വിശ്വനാഥ് MLA, ശ്രീ പടിപ്പുര ലത്തീഫ് മുനിസിപ്പൽ ചെയർപേഴ്സൺ, ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വിജയകുമാർ ലാൽ, മറ്റു ബഹുമാന്യരായിട്ടുള്ള വേദിയിലെ ജനപ്രതിനിധികളെ, അധ്യാപകന്മാരെ, രക്ഷാകർത്ത സഹോദരി സഹോദരന്മാരെ, ഏറെ പ്രിയപ്പെട്ട അച്ഛനിയന്മാരും അനിയത്തിയുമാരുമായിട്ടുള്ള വിദ്യാർത്ഥികൾ, കെന്നഡി സ്കൂളിൻ്റെ ഈ വർഷത്തെ കെന്നഡി ഫെസ്റ്റ് 2025 അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് കുട്ടികളുടെ കലാപരിപാടികൾ കാണാനാണെന്ന് എനിക്കറിയാം. കെന്നഡി സ്കൂളിൻ്റെ കലാപാരമ്പര്യമാണെങ്കിൽ മികച്ചതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വർഷത്തെ സ്കൂൾ യുവജനോത്സവത്തിൽ തന്നെ കൊല്ലം ജില്ലയിൽ 1ാം സമ്മാനം നേടിയ വിദ്യാലയമാണ് ഇത് എന്നുള്ളത് വളരെ അഭിമാനപൂർവ്വം തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കും. സംസ്ഥാനത്തെ 6ഓ 7ഓ സ്ഥാനം. അപ്പോൾ ഏറ്റവും പ്രതിഭകളായ വിദ്യാർത്ഥികളെ അവരെ പ്രതിഭകളാക്കി ഒരുക്കിയെടുക്കുന്നതിനും അവരുടെ പ്രതിഭാവിലാസങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ഒക്കെ തന്നെ നല്ല ചിട്ടയോടും അച്ചടക്കത്തോടും കൂടി നടത്തുന്ന, ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ അവസരം കൊടുക്കുന്ന ഒരു വിദ്യാലയം എന്ന നിലയിൽ ഈ വിദ്യാലയത്തിൻ്റെ ഈ മഹോത്സവം ഈ നാടിൻ്റെ മഹോത്സവമായി മാറിയതിൽ അത്ഭുതമൊന്നുമില്ല. അപ്പോൾ അവരുടെ കലാപരിപാടികളൊക്കെ കാണാതിരിക്കുന്ന നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഒരു പ്രസംഗത്തിൻ്റെ രൂപത്തിൽ വന്ന് ഒട്ടും വിലങ്ങുതടിയാവാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ഏറ്റവും പ്രതിഭാധനന്മാരും ആയിട്ടുള്ള കുട്ടികളുടെ കലാവിരുന്നുകൾ പെട്ടെന്ന് തന്നെ നടത്താൻ അവസരമുണ്ടാകട്ടെ. കെന്നഡി സ്കൂള്, ഞാൻ കഴിഞ്ഞ ദിവസം ഇവരുടെ തന്നെ കട്ടച്ചിറയുള്ള കാലംകുളത്തെ കട്ടച്ചിറയുള്ള സ്കൂളിൻ്റെ വാർഷികാഘോഷം ഇതുപോലെ ഫെസ്റ്റിൽ പങ്കെടുക്കുകയുണ്ടായി. അന്ന് പങ്കെടുത്തത് നേരത്തെ ആയി എന്നാണ് എനിക്ക് തോന്നിയത്. അന്ന് കുറച്ച് നേരത്തെ വന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അധികം ആളൊന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് വിചാരിച്ചത് കുറേ വൈകി വരാമെന്നു. വൈകി വന്നപ്പോൾ കുറച്ച് വൈകിപ്പോയി. എങ്കിലും പങ്കാളിത്തം വിപുലമാണ്. നമ്മുടെ വിദ്യാലയങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളെല്ലാം രക്ഷകർത്താക്കളായിട്ടുള്ളവരെല്ലാം കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത് ഏറെ പ്രതീക്ഷകളോടുകൂടിയാണ്, അതിലേറെ താല്പര്യത്തോടു കൂടിയിട്ടാണ്. അപ്പം അതേ ഒറ്റക്കാര്യം മാത്രമല്ല, ആ പ്രതീക്ഷകളും താല്പര്യവും അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ അവസാന കാലഘട്ടം വരെ നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതിന് സംശയമില്ല. എല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ചു പോകുന്ന രീതി ഇന്ന് കുറവാണ്. പക്ഷേ എങ്കിലും കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി തന്നെ സ്കൂളിലേക്ക് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ അയച്ചാൽ അവരുടെ തുടർന്നുള്ള അക്കാദമിക്കായിട്ടുള്ള അല്ലാത്ത കാര്യങ്ങളുമെല്ലാം ഒന്ന് വിലയിരുത്താനും പരിശോധിക്കാനും സൂക്ഷ്മതയോടെ നോക്കാനും രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്ന് നല്ല സമീപനം ഉണ്ടാക്കണമെന്നുള്ളതാണ്. ഒരുപാട് നന്മകളുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് നമ്മുടെ ചുറ്റും നന്മകൾ പരത്തുന്ന ഒരുപാട് നല്ല വ്യക്തിത്വങ്ങളുണ്ട്, നന്മകൾ പരത്തുന്ന. ആ നന്മകളെ പോലെ തന്നെ ഏറെ തിന്മകളുടെ കാലവും ആണ് ഇത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പുതിയ തലമുറയ്ക്ക് സന്തോഷം പകരുന്നതായി മാറണമെന്നില്ല. അവർക്ക് നല്ല വഴികാട്ടികളായിരിക്കുന്ന സാഹചര്യവുമല്ല. അപ്പോൾ ഈ നന്മയോടൊപ്പം തിന്മയുണ്ടാകുമ്പോൾ നന്മയെ മാത്രം സ്വീകരിപ്പിക്കാനും തിന്മയെ തിരസ്കരിപ്പിക്കാനും നമ്മുടെ കുട്ടികളെ പ്രേരിപ്പിക്കുക എന്ന് പറയുന്ന ഭാരിച്ച ഉത്തരവാദിത്വം കൂടി നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഉണ്ട് എന്നതിന് സംശയമില്ല. നാട്ടിൽ നടക്കുന്നതായിരിക്കും സ്കൂളിൽ നടക്കുക. അപ്പോൾ നാട്ടിൽ നടക്കുന്ന സാമൂഹിക വിപത്തുകളൊക്കെ സ്കൂളുകളിലും ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ സ്കൂളിൻ്റെ കൂടി സഹകരണത്തോടു കൂടി നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് നന്മയുടെയും
നല്ല സ്വഭാവത്തിൻ്റെയും സന്ദേശം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഭഗീരഥ പ്രയത്നം നടത്തുന്ന ഒരു കാലം കൂടിയാണ് ഇത്. ഞാൻ കഴിഞ്ഞ ദിവസം വിഷ്ണുനാഥ് നിയമസഭയിൽ അവതരിപ്പിച്ച ഒരു അടിയന്തര പ്രമേയം ശ്രദ്ധിക്കുകയുണ്ടായി. സത്യത്തിൽ എൻ്റെ മനസ്സിനെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്ന, നിങ്ങളെല്ലാം മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ആണത്. നമ്മുടെ കുട്ടികളെ പോലും മോശമായി വഴിതെറ്റിക്കാനുള്ള ഒരുപാട് പ്രവണതകൾ നാട്ടിലുള്ള കാലമാണ്. അറിയാതെയാണ്, അറിഞ്ഞുകൊണ്ടൊന്നുമല്ല ആരും ഈ വിപത്തിൽ പോയി വീഴുന്നത്. നമ്മളെ കുട്ടികളെ ഇത്തരം കെണികളിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ജാഗ്രത രക്ഷകർത്താ സമൂഹം കാണിച്ചേ മതിയാകൂ എന്നുള്ളതാണ് എനിക്ക് പറയാൻ. നമുക്ക് ആർക്കും നമ്മുടെ പൊന്നോമനകളെ ഒരു തിന്മയുടെ ശക്തികളുടെ കൈകളിലേക്കും വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ള ഉറച്ച തീരുമാനമായിരിക്കണം നമ്മൾ നയിക്കേണ്ടത്. ഭയത്തിന്റെ അന്തരീക്ഷം വളർത്താനല്ല, ഒരു ജാഗ്രതയുടെ വേദിയിൽ നിൽക്കാനുള്ള താല്പര്യം നിങ്ങൾ കാണിക്കണം എന്ന് വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് കെന്നഡി വിദ്യാലയത്തിന്റെ മഹത്വം വളരട്ടെ. ഈ നാട് ആകമാനം വിദ്യാർത്ഥികളുടെ, ഇവിടെ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികളുടെ പ്രതിഭകളെ ഭാവിയിൽ ഏറ്റവും നല്ല കുട്ടികളായി വളർന്ന് പന്തലിച്ച് സമൂഹത്തിനും നാടിനും അവർക്കും നന്മയുണ്ടാവുന്ന കാര്യങ്ങൾ ഉണ്ടാകട്ടെ. അവരുടെ കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ വിദ്യാഭ്യാസമായിട്ടുള്ള അക്കാഡമിക് രംഗങ്ങളിലും വലിയ വിജയങ്ങൾ ഉണ്ടാകാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കെന്നഡി ഫെസ്റ്റ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിച്ചിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. സർ, താങ്ക് യു വെരി മച്ച്. അടുത്തതായി സംസ്ഥാന ദേശീയ തലത്തിൽ പ്രതിഭകളായ കുഞ്ഞുങ്ങളെ ആദരിക്കുന്ന ചടങ്ങാണ്.